ഫിറ്റപ്പ് ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോൾവോ വാഹനങ്ങളുടെ പീരിയോഡിക് സർവീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നത് വോൾവോ വാഹനങ്ങളുടെ പീരിയോഡിക് സർവീസും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതിന് വരുന്ന കംപ്ലയിൻറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് പീരിയോഡിക്കൽ സർവീസിൻ്റെ പീരീഡും അതിൽ വരുന്ന റീപ്ലേസ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. കൂടുതലും അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ കസ്റ്റമേഴ്സ് വെഹിക്കിൾ എടുക്കുന്ന സമയത്ത് വോൾവോനെ കുറിച്ചിട്ട് സ്പെയറിൻ്റെ അവൈലബിലിറ്റി, കൂടാതെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ ഉണ്ടെന്നും ഒരുപാട് വർക്ക്ഷോപ്പിൽ ഈ വാഹനം സർവീസിന് എടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് സംസാരിക്കുന്നത്. നോർമലി പറയുകയാണെങ്കിൽ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ ഏറ്റവും മെയിൻ്റനൻസ് കുറവുള്ളതും പിന്നെ സർവീസ് കോസ്റ്റ് കുറവുള്ളതായിട്ടുള്ളൊരു വാഹനമാണ് വോൾവോ. പിന്നെ അതുമാത്രമല്ല, വോൾവോ വാഹനങ്ങളുടെ സർവീസ് വരുന്നത് എല്ലാ 10,000 കിലോമീറ്ററിലും 1 ഇയറിലുമാണ് സർവീസിൻ്റെ പീരീഡ് വരുന്നത്. അപ്പോൾ എല്ലാ മേജർ സർവീസ് വരുന്നത് 18,000 കിലോമീറ്ററിലാണ്, അല്ലെങ്കിൽ 8 കൊല്ലം വരുമ്പോഴാണ് മേജർ സർവീസ് വരുന്നത്. മേജർ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ്, ഓക്സിലറി ബെൽറ്റ്, പിന്നെ എല്ലാ ഫിൽറ്റേഴ്സും, ഗിയർ ഓയിൽ, ഇത്രയും കാര്യങ്ങളാണ് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. പക്ഷേ ബേസിക് സർവീസ് വരുമ്പോൾ മാക്സിമം ഒരു 15,000 രൂപയാണ് ഇതിൻ്റെ പീരിയോഡിക് സർവീസിന് ഭാഗമായിട്ട് വരുന്നത്. നോർമലായിട്ട് എല്ലാവർക്കും അറിയാം, വോൾവോ വാഹനങ്ങളിൽ ഒരു നോർമൽ 4 സിലിണ്ടർ എഞ്ചിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 5.2 ലിറ്റർ എഞ്ചിൻ ഓയിലും കൂടാതെ ഓയിൽ ഫിൽറ്ററും ആണ് മെയിനായിട്ട് റീപ്ലേസ്മെൻറ്റ് വരുന്നത്. പിന്നെ ക്യാബിൻ ഫിൽറ്റർ എന്ന് പറയുന്ന AC-യുടെ ഫിൽറ്റർ ഡിപ്പെൻസ് അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ 20,000 ആകുമ്പോൾ ഇതിൽ എയർ ഫിൽറ്ററും കൂടിയും ആഡ് ഓൺ ആവും. പിന്നെ അതുകൂടാതെ ഒരു 30,000 നോർമൽ ബേസിക് സർവീസ്, 40,000 ആകുമ്പോൾ ഓക്സിലറി ബെൽറ്റ്, അതിൻ്റെ ടെൻഷനറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് ടെൻഷനർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ബ്രേക്ക് ഫ്ലൂയിഡ്, ഇന്ന കാര്യങ്ങളെല്ലാം ഡിപ്പെൻസ് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് സർവീസിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കംപ്ലയിൻറ്റുകൾ വളരെ കുറവാണ്. ഉള്ള സിസ്റ്റംസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതും ഹൈ എൻഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ് വോൾവോ വാഹനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പുറത്തെല്ലായിടത്തും പറയുന്ന പോലെ പാർട്സിൻ്റെ അവൈലബിലിറ്റിയുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ സ്പെയർസും അവൈലബിൾ ആണ്. നമുക്ക് ഒറിജിനൽ സ്പെയർ അവൈലബിൾ ആണ്, ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ കൂടാതെ സ്ക്രാപ്പിൽ യൂസ്ഡ് പാർട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഓരോ മോഡൽ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് മാത്രമാണ് യൂസ്ഡ് പാർട്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം വോൾവോൻ്റെ ഒറിജിനൽ സ്പെയറുകളും ആഫ്റ്റർ മാർക്കറ്റ് സ്പെയറുകളും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പോൾ വോൾവോ റിലേറ്റഡ് ആയിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ, പീരിയോഡിക് സർവീസിന് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നമ്മളതിൽ കംപ്ലയിൻസുകളും പിന്നെ വരുന്ന ഡിഫറെൻറ്റ് കംപ്ലയിൻസും ടിപ്സുകൾ, പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.